ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. വിദ്യാഭ്യാസം, അതായത് സ്കൂൾ എഡ്യൂക്കേഷന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു 3 അംഗ കമ്മിറ്റിയെ സംസ്ഥാന ഗവൺമെന്റ് നിയമിച്ചു. ആ കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. വലിയ ഒരു അത്ഭുതം ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പുറത്തു വന്നിരിക്കുന്നത്, ഒരു പേജ്, അതായത് കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പേജിന്റെ DTP ചെലവ് 1671 രൂപയാണത്രേ. എന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു പേജിന്റെ DTP ചെലവ് എന്ന് പറയുന്നത്? എന്താണ്? ടൈപ്പ് ചെയ്ത് പേജ് സെറ്റ് ചെയ്യുന്നതിനുള്ള ചെലവാണ്. അതായത് ഒരു പേജ് ടൈപ്പ് ചെയ്ത് ആ പേജ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ചെലവാണ് 1671 രൂപ. ഇത് അസംബ്ലിയിൽ പറഞ്ഞ കണക്കാണ്, അല്ലാതെ പുറത്തെവിടെ നിന്നും എടുത്ത കണക്കല്ല. അപ്പൊ അങ്ങനെ 1671 രൂപ ഒരു പേജിന് DTP ചെലവ് വരുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. ഇങ്ങനെ ഈ 1671 രൂപ ഒരു പേജിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ സ്കൂൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണത്. എന്താണത്? 8 രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഭക്ഷണത്തിനായിട്ട്, ഒരു ദിവസത്തെ ഭക്ഷണത്തിനായിട്ട് സ്കൂൾ തലത്തിലേക്ക് കൊടുക്കുന്നത്. ഈ 8 രൂപ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ? എല്ലായ്പ്പോഴും അത് പ്രധാനാധ്യാപകന്റെ തലയിലാണ് വരുന്നത്. പ്രധാനാധ്യാപകൻ എന്തെങ്കിലും മാർഗത്തിലൂടെ ഫണ്ട് കണ്ടെത്തി വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക. ആ ഉച്ചഭക്ഷണത്തിന് ചെലവായ ഫണ്ട്, അതായത് പല മാർഗങ്ങളാണ് അവരോട് ആവശ്യപ്പെട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ പിരിച്ചെടുക്കുക, അതായത് കുട്ടികളുടെ മാതാപിതാക്കളോട് പിരിച്ചെടുക്കുക, അതുമല്ലെന്നുണ്ടെങ്കിൽ കടം കൊള്ളുക, അതുമല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന്, അതായത് അവരുടെ ശമ്പളം കിട്ടിയ അതിൽ നിന്ന് കണ്ടെത്തുക. ഈ തരത്തിലൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു, ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രധാനാധ്യാപക സ്ഥാനത്ത് ഇരുന്നവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രധാനാധ്യാപക സ്ഥാനത്തേക്ക് വരാൻ ആരും താല്പര്യപ്പെട്ടിട്ടില്ല. അതായത് ആ തസ്തികയിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് റിലിങ്ക്വിഷ് ചെയ്യുക, അത് ഒഴിഞ്ഞു പോവുക, അതാണ് ഒരുപാട് പേരും ചെയ്തിരുന്നത്. കാരണം ഇത്ര ഭീകരമായ ഒരു റോള്, ഒരു പങ്ക് അവർ വഹിക്കേണ്ടി വരിക. ഭീകരമായ പങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സ്കൂൾ അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപകയുടെ, പ്രധാനാധ്യാപകന്റെ ശമ്പളം അത്ര വലിയ ശമ്പളമൊന്നുമല്ല. അതായത് ആഴ്ചയുടെ 5 ദിവസവും കൊടുക്കേണ്ടതാണ് ഈ കുട്ടികളുടെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത്. അതിനുവേണ്ടി അതിനുള്ള സാധനങ്ങൾ വാങ്ങുക മാത്രമല്ല, ഉൽപ്പന്നങ്ങൾ വാങ്ങുക മാത്രമല്ല, മറ്റു ചെലവുകളുമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഭീമമായ ഒരു ചെലവാണ്. ആ ചെലവ് മുഴുവനും പ്രധാനാധ്യാപകന്റെ തലയിൽ വരിക, ഏതെങ്കിലും തരത്തിൽ അത് മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ദുഷ്കരമായ കർമ്മം. അത് വേണ്ട. അത് അതിഭീകരമായി തോന്നുന്നത് കൊണ്ടാണ് പ്രധാനാധ്യാപക തസ്തിക, അല്ല, ആ തസ്തിക എല്ലാവരും ആഗ്രഹിക്കുന്ന തസ്തികയാണ്. അവിടുന്ന് ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്ത്, അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത് എന്ന് പറയുന്ന ഒരു അന്തസ്, ആ അന്തസ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ആ അന്തസ്സിനേക്കാളും വലിയതാണ് അത് ഉണ്ടാക്കുന്ന ദുരന്തം എന്നുള്ളത് കൊണ്ടാണ് ആ തസ്തിക പോലും വേണ്ടെന്ന് വെച്ച് അധ്യാപകർ വഴിമാറിപ്പോകുന്ന സ്ഥിതി നാം കണ്ടത് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഖാദർ കമ്മിറ്റി, അതായത് ഒരു വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മിറ്റിക്ക് ഒരു പേജ് DTP ചെയ്യുന്നതിന് 1671 രൂപ അനുവദിച്ചു കൊടുക്കുന്ന അവസ്ഥ. എന്തൊക്കെയാണ്? അത് മാത്രമൊന്നുമല്ല, മന്ത്രി V ശിവൻകുട്ടി അസംബ്ലിയിൽ നൽകിയ ഉത്തരത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ 4,17,789 രൂപയാണ് DTP ചെലവിന് തന്നെയായിട്ട് ചെലവായത്. അപ്പൊ ഇത് എത്ര പേജിന്റെ DTP ആണെന്നും കൂടി നമ്മൾ ഓർക്കണം. ആദ്യത്തെ റിപ്പോർട്ടിന് 125 പേജേ ഉള്ളൂ. രണ്ടാമത്തെ റിപ്പോർട്ടിന് എത്ര പേജെന്ന് അറിയത്തില്ല, അത് പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഓരോ പേജിനും 1671 രൂപ കൊടുത്തു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന ഇത്. അപ്പോൾ അങ്ങനെ അതിന്റെ പ്രിന്റിങ്ങിനോ ഇനി 1671 രൂപ വീതം ഓരോ പേജിന് DTP ചാർജ് ആയിട്ട് കൊടുത്തു. ശരി, പ്രിന്റിങ്ങിന് കൊടുത്തതോ 72,461 രൂപ. പരിഭാഷയ്ക്ക് കൊടുത്തതോ 18,000 രൂപ. ഇത് എന്തൊരു നല്ല ബിസിനസ് ആണല്ലേ! ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ പഠിക്കാൻ എന്ന വ്യാജേന
ഈ വിദേശത്തേക്ക് പോകുമോ? ഒരു കാരണവശാലും പോകില്ല. ഇത്രയും നല്ല ലാഭകരമായ ഒരു ബിസിനസ് ഇവിടെ സാധ്യമാണ് എന്നുണ്ടെങ്കിൽ ആരാണ് പുറത്തേക്ക് പോവുക? എല്ലാവരും ഇവിടെ തന്നെ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ സംരംഭകരായിട്ട് DTP ചെയ്താൽ മതിയല്ലോ. ഒരു DTP പേജിന് 1671 രൂപ കിട്ടുന്ന സംസ്ഥാനത്ത് നിന്ന് ആരെങ്കിലും മറ്റെന്തെങ്കിലും ജോലി തേടി പോവുമോ? ഏത് ജോലിയുണ്ട് ഇതിനേക്കാൾ വലിയ വരുമാനം നൽകുന്നതായ ജോലി? ഇനി അവിടെയും തീർന്നില്ല കേട്ടോ. ഒരു 3 അംഗ കമ്മിറ്റിയാണ് ഈ ഖാദർ കമ്മിറ്റിയിൽ അപ്പോയിന്റ് ചെയ്തിരുന്നത്. അതിന്റെ ചെയർമാനാണ് 3 അംഗ കമ്മിറ്റിക്കും കൂടി ചെലവഴിച്ചത് എത്രയാണെന്നല്ലേ? 14,16,814 രൂപ. 14,16,814 രൂപയാണ് സിറ്റിങ്ങുകൾക്കൊക്കെ വേണ്ടി ഇത് ചെലവഴിച്ചത്. ഇനി വേറെയും തീർന്നില്ല, അവിടെയും തീരുന്നില്ല. ഡോക്ടർ MA ഖാദർ, അദ്ദേഹമാണ് ഇതിന്റെ ചെയർമാൻ. എത്ര സിറ്റിംഗ് നടത്തി? 3 പേര് 3 കണക്കാ പറയുന്നത്. സത്യത്തില് ഒരു കമ്മിറ്റിയിൽ വരുന്ന ആൾക്കാർ 3 പേരുണ്ടെങ്കിൽ 3 പേര് ഒന്നിച്ചാണ് സിറ്റിങ്ങിന് ഇരിക്കുക. ആ 3 പേരുടെയും സിറ്റിങ്ങിന്റെ എണ്ണം ഒന്ന് തന്നെ ആയിരിക്കണം. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം 3 പേരും സിറ്റിങ്ങിന് നൽകിയ, അതായത് കണക്കുകളൊക്കെ പറഞ്ഞ് ബില്ല് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന കണക്ക് വ്യത്യസ്തങ്ങളാണ്. ഉദാഹരണം, ഇദ്ദേഹത്തിന്റെ തന്നെ ഡോക്ടർ MA ഖാദർ തന്നെ 69 സിറ്റിംഗ് ആണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. 1,38,000 രൂപയാണ്, അതായത് 2,000 രൂപ പെർ സിറ്റിംഗ്. അങ്ങനെ 1,38,000 രൂപയാണ് അദ്ദേഹം 69 സിറ്റിങ്ങിന് വേണ്ടി വാങ്ങിയത്. പിന്നെ യാത്രാബദ്ധയായിട്ട് 67,508 രൂപ ക്ലെയിം ചെയ്തിരിക്കുന്നു. ഇനി രണ്ടാമത്തെ മെമ്പറോ ഡോക്ടർ C രാമകൃഷ്ണൻ, അദ്ദേഹം പറയുന്നത് 76 സിറ്റിംഗ് ഉണ്ടെന്ന. എന്തൊരു മിടുക്കനാണെന്ന് നോക്കണേ. ഡോക്ടർ ഖാദർ, അതായത് ചെയർമാൻ, 69 സിറ്റിങ്ങിനാ പണം മേടിച്ചിട്ടുള്ളൂ. ഇദ്ദേഹം 76 സിറ്റിംഗ് നടത്തി എന്ന് പറയുന്നു. ശരി, പോട്ടെ. ആ 76 സിറ്റിങ്ങിനായിട്ട് 1,50,000 രൂപയാണ് അദ്ദേഹം ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഇനി അത് മാത്രവുമല്ല, അദ്ദേഹത്തിന് യാത്രാബദ്ധയായിട്ട് മേടിച്ചിരിക്കുന്നത് 16,838 രൂപ. മൂന്നാമത്തെ ആള് G ജ്യോതിചൂടൻ, അദ്ദേഹം 70 സിറ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 പേരും 3 തരത്തിലാണ് സിറ്റിങ്ങിന്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സംസ്ഥാനത്തെ ഓരോരോ കമ്മീഷനും കമ്മിറ്റികളും ഒക്കെ വന്ന് അവരെങ്ങനെയാണ് പിന്നെ സംസ്ഥാന ഗവൺമെന്റിനാണോ കബളിപ്പിക്കുന്നത്, അതോ അവർ വഴിയായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നമ്മളെയാണോ കബളിപ്പിക്കുന്നത്? ഇതൊക്കെ ഇവരുടെയൊക്കെ പോക്കറ്റിൽ പോകുന്നോ, അതോ ആ പോക്കറ്റിന് ചോർച്ചയുണ്ട്, ചോർച്ചയിലൂടെ മറ്റ് ചില പോക്കറ്റുകളിലേക്ക് എമൗണ്ട് പോകുന്നോ എന്ന് പോലും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും G ജ്യോതിചൂടൻ കുറച്ചുകൂടി മര്യാദ കാണിച്ചിട്ടുണ്ട്. 1,40,000 രൂപയാണ് 70 സിറ്റിങ്ങിന് വേണ്ടി അദ്ദേഹം കൈപ്പറ്റിയത്. അത് കുറവല്ല, പക്ഷേ യാത്രാബത്ത വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കുറച്ചുകൂടി മര്യാദയോടെയാണ് പെരുമാറിയത് എന്ന് ഞാൻ സിറ്റിങ്ങില് കമ്മിറ്റിയിലെ മെമ്പറായി ഇരുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ അത് അവിടെ തീർന്നില്ല. കമ്മിറ്റിയുടെ ചെലവ് 1,21,690 രൂപ ടാക്സി ചാർജായി കമ്മിറ്റി മെമ്പേഴ്സ് ഈടാക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ നമ്മുടെ സംസ്ഥാനം മുമ്പോട്ട് പോകുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. 8 രൂപ കുട്ടികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കാൻ ഇല്ലാത്ത ഗവൺമെന്റ് ആണ് ഇത്രയേറെ രൂപ ഈ ഒരു കമ്മിറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, 8 രൂപ കുട്ടികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കാനില്ലെന്ന് ഓർക്കുമ്പോൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോള് 2030 ആകുമ്പോഴേക്കും പട്ടിണിരഹിത രാജ്യമാണ് നാം സൃഷ്ടിക്കേണ്ടത്. പോഷകാഹാര സമ്പുഷ്ടമായ രാജ്യമാണ് നാം സൃഷ്ടിക്കേണ്ടത്. 23%, അതായത് ഇന്ത്യയിലെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ 53% കുട്ടികൾ, അതായത് പോഷക ദാരിദ്ര്യമുള്ളവരാണ്. ഇന്ത്യയിലെ കുട്ടികളിൽ 53% കുട്ടികൾ പോഷക ദാരിദ്ര്യമുള്ളവരാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ 23% കുട്ടികൾ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ റിപ്പോർട്ടാണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ 23% കുട്ടികൾ പോഷക ദാരിദ്ര്യമുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത്, അതായത് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞ് ഉച്ചായിസ്തരം പ്രസംഗിക്കാറുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും. പക്ഷേ ഈ സംസ്ഥാനത്തും 23% പോഷക ദാരിദ്ര്യമുള്ളവരാണ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഉച്ചയ്ക്ക് ആഹാരത്തിന് 8 രൂപ കൊടുക്കുക. അവർക്കൊരു മുട്ട അല്ലെങ്കിൽ കുറച്ച് പാല്, ഇങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ എമൗണ്ട് 8-ൽ നിന്നൊന്നും നിൽക്കില്ല, 8-നൊക്കെ മുകളിൽ പോകും. ഒരു കുട്ടിക്ക് വേണ്ടി 100 രൂപ മുടക്കി എന്ന് പറഞ്ഞാലും നമ്മളാരും മൂക്കത്ത് വിരൽ വെക്കില്ല. കാരണം കുട്ടികൾ നമ്മുടെ അസറ്റാണ്, നമ്മുടെ ഭാവിയാണ്.
നമ്മുടെ രാജ്യത്തിന്റെ ഫ്യൂച്ചർ, ഭാവി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളാണ്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പൈസയില്ല ഖജനാവില്. അതേ സമയത്ത് ഈ ഖാദർ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾക്ക് കൊടുക്കാൻ പൈസയുണ്ട്. ഇനി എന്താണാവോ ഈ ഖാദർ കമ്മിറ്റി എഴുതി വെച്ചിരിക്കുന്നത്? അതായത് ഖാദർ കമ്മിറ്റിയുടെ രണ്ടാം പതിപ്പ് വരുമ്പോഴേക്കും ഒരുപാട് കാതലായ മാറ്റങ്ങൾ സ്കൂൾ എഡ്യൂക്കേഷനിൽ വരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഭയമാണ്, ആ മാറ്റങ്ങൾ വരുന്നതോടുകൂടി 1-ാം ക്ലാസ്സിൽ തന്നെ പഠന സാധ്യത അപേക്ഷിച്ച് നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുമോ? ഇപ്പോൾ 12-ാം ക്ലാസ് കഴിഞ്ഞാണ് കുട്ടികൾ വിദേശത്തേക്ക് ഓടുന്നത്. അത് 1-ാം ക്ലാസ്സിൽ തന്നെ തുടങ്ങുന്ന തരത്തിലാണോ മാറ്റങ്ങൾ വരാൻ പോകുന്നത്? ഇപ്പോഴുള്ള കലാശാലകളെയാണ് ഞാൻ കലാപശാലകളുടെ അവസ്ഥ നോക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. കാരണം നാം വോട്ട് കൊടുത്ത് ഭരണത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഗവൺമെന്റ് അത്ര സുരക്ഷിതമായ ഭരണമല്ല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാവി, നമ്മുടെ മക്കൾ എല്ലാം അപകടത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ കേസ് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചൂണ്ടുവിരലായിട്ട് ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഖാദർ കമ്മിറ്റിക്ക് വേണ്ടി ചെലവഴിച്ച പണത്തെ പറ്റി സമഗ്രമായ ഒരു എൻക്വയറി തന്നെ നടത്തേണ്ടതാണ്. ഇതുപോലെയുള്ള കമ്മിറ്റികളെ അവോയ്ഡ് ചെയ്താൽ തന്നെ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി ഒട്ടു ചുരുങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്.